മഹാനായ ഇമാം ശഅബി തങ്ങൾ പറയുന്നു, ബഹുമാനപ്പെട്ട ഇബ്നു അബി ശൈബ അദ്ദേഹത്തിന്റെ മുസന്നഫിന്റെ 3-ാം വാള്യം 121-ാമത്തെ പേജിൽ ഉദ്ധരിക്കുന്നു, എഴുതി വെക്കുന്നു, കാനത്തിൽ അൻസ്വാറു, അൻസ്വാരികളായ സ്വഹാബത്ത് അവര് ചെയ്തിരുന്നു, യഖ്റഊന ഇൻദൽ മയ്യിത്തി ബിസൂറത്തിൽ ബഖറ, മയ്യത്തിന്റെ സമീപത്ത് അവരിരുന്ന് ഖുർആൻ ഓതാറുണ്ടായിരുന്നു. മരണപ്പെട്ട വ്യക്തിയുടെ സമീപത്ത് ഖുർആൻ ഓതുന്ന പതിവ്, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന പതിവ് സ്വഹാബത്ത് ചെയ്യാറുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഇമാം ശഅബി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മരണപ്പെട്ടവരുടെ പേരിൽ സൂറത്ത് യാസീൻ നിങ്ങൾ ഓതണമെന്ന് പഠിപ്പിച്ച ഹദീസ് ഇബ്നു ഹിബ്ബാൻ തങ്ങളടക്കം മുഹദ്ദിസുകൾ രേഖപ്പെടുത്തി വെക്കുന്നു. മരണപ്പെട്ടവരുടെ പേരിൽ ഖുർആൻ ഓതണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്, മരണപ്പെട്ടവരുടെ പേരിൽ ഖുർആൻ ഓതുന്ന സ്വഹാബത്ത്. അതേസമയം പുത്തനാശയക്കാരോ ആ ഖുർആൻ ഓതുന്നതിനെ മുടക്കുകയാണ്. ഒരു മരിച്ച വീട്ടിൽ മുത്തഅല്ലിമുകൾ വന്ന് ഖുർആൻ ഓതുമ്പോ, അതല്ലെങ്കിൽ മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകർ പോയി ഖുർആൻ ഓതുമ്പോ, SYSന്റെ പ്രവർത്തകർ വന്ന് ഖുർആൻ ഓതുമ്പോ അതിനെ പരിഹസിക്കുകയാണ്, അതിനെ പുത്തനാശയമാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ മഹദി പറയാണ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ ആ വഫാത്തായ വീട്ടിലേക്ക് വരികയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് വന്നിട്ട് അബൂ സലമയാകുന്ന എന്റെ ഭർത്താവിന്റെ കണ്ണിങ്ങനെ തുറന്നു കിടക്കുന്നുണ്ട്. ആ കണ്ണ് അടച്ചുപൂട്ടിയിട്ട് മുത്തുനബി തങ്ങൾ അതാ അബൂ സലമയുടെ മയ്യത്തിന്റെ സമീപത്ത് നിന്ന് പല കാര്യങ്ങളും പറഞ്ഞിട്ട് അവസാനം ആ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ സലമ വർഫഅ ദറജതഹു ഫിൽ മഹ്ദിയീൻ വഖ്ലുഫുഹു ഫീ അഖ്ബിഹി ഫിൽ ഗാബിരീൻ. അല്ലാഹ് അബൂ സലമക്ക് നീ മാപ്പ് ചെയ്യണേ അല്ലാഹ്, മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്, അബൂ സലമയുടെ പദവി നീ ഉയർത്തി കൊടുക്കണേ അല്ലാഹ്. മരിച്ച വീട്ടിൽ ഖുർആൻ ഓതുന്നതിനെ, മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതിനെ, മരിച്ച വീട്ടിൽ ദുആ ചെയ്യുന്നതിനെ പരിഹസിക്കുന്ന, ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന പുത്തനാശയക്കാർ അവര് പറയുന്നത് ഏതു മതമാണ്? മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച ദീന് മരണപ്പെട്ടവരുടെ സമീപത്ത് പോയി ദുആ ചെയ്യുന്ന ദീനാണ്, മരിച്ചവർക്ക് വേണ്ടി ഖുർആൻ ഓതുന്ന ദീനാണ്, ഖബറിന്റെ സമീപത്ത് ഖുർആൻ ഓതാൻ പഠിപ്പിക്കുന്ന ദീനാണ്. കാനത്തിൽ അൻസ്വാറു ഇദാ മാത്തലഹുൽ മയ്യിതു ഇഖ്തലഫൂ ഇലാ ഖബരിഹി യഖറഊന ഇൻദഹുൽ ഖുർആൻ. അൻസ്വാരികളായ സ്വഹാബത്തിന്റെ പതിവ് തന്നെ, അവരെ കൂട്ടത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ ആ വ്യക്തിയുടെ ഖബറിന്റെ സമീപത്ത് അവര് ഊഴം നിശ്ചയിച്ചു കൊണ്ടുപോയി ഖുർആൻ ഓതുകയാണ്. സമയം നിശ്ചയിച്ച് സ്വഹാബികൾ മാറി മാറി ഖുർആൻ ഓതുകയാണ്. മരണപ്പെട്ട വ്യക്തിയുടെ ഖബറിന്റെ സമീപത്ത്, അതേ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഖബറടക്കം ചെയ്താൽ ആ വ്യക്തിയുടെ ഖബറിന്റെ സമീപത്ത് പള്ളിയിലെ ഉസ്താദുമാര് തൽഖീൻ ചൊല്ലും. മൻ റബ്ബുക വമൻ നബിയുക വമാ ഇമാമുക വമാ ദീനുക. അതേ മലക്കുകൾ വന്നിട്ട് നിന്നോട് നബിയാരാണ്, റബ്ബാരാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹു റബ്ബി, എന്റെ റബ്ബ് അല്ലാഹു ആണ്, എന്റെ പ്രവാചകൻ മുത്തുനബി തങ്ങളാണ്, എന്റെ ഇമാം പരിശുദ്ധ ഖുർആനാണ് എന്ന് മറുപടി പറയണേ എന്ന് പറഞ്ഞ് തൽഖീൻ ചൊല്ലിക്കൊടുക്കുന്നത് നമ്മുടെ ഇമ്മത്ത് മുഴുവനും രേഖപ്പെടുത്തിയതാണ്. കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് രേഖപ്പെടുത്തി വച്ചതാണ്. മുഴുവൻ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരും അത് പുണ്യകർമ്മമാണെന്ന് പഠിപ്പിച്ച ആശയമാണ്. എന്നാൽ
പറഞ്ഞാൽ പുത്തനാശയക്കാരൻ വന്നിട്ട് പറഞ്ഞു, ഇത് ഉത്തരം ചോർത്തിക്കൊടുക്കലാണ്, ചോദ്യപേപ്പർ ചോർത്തിക്കൊടുക്കലാണ്. സുബ്ഹാനല്ലാഹ്. അവരത് പറയുമ്പോ അവരെ നേതാവായി അവര് പരിചയപ്പെടുത്തുന്ന ഇബ്നു തൈമിയ, ശൈഖുൽ ഇസ്ലാം എന്ന് പേരിട്ട് വിളിക്കുന്ന ഇബ്നു തൈമിയ, ഒരു കാര്യം പറഞ്ഞാൽ അത് ഖുർആൻ പറഞ്ഞതിന് തുല്യമാണ്. ഇബ്നു തൈമിയയുടെ ഒരു വാക്കിന് അത് വിഷലിപ്തമാണെന്ന് പറഞ്ഞാൽ ഖുർആൻ വിഷലിപ്തമാണെന്ന് പറഞ്ഞതിന് തുല്യമാണെന്ന് ഇബ്നു തൈമിയയെ കുറിച്ച് കേരളത്തിലെ പുത്തനാശയക്കാര് എഴുതി വെച്ചിട്ടുണ്ട്. ആ നേതാവായി പരിചയപ്പെടുത്തുന്ന ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ മജ്മുഅത്തുൽ ഫതാവയിൽ രേഖപ്പെടുത്തി വെക്കുകയാണ്, വഖദ് സബത അന്നൽ ഖുബൂറ യുസ്അലു വയുംതഹനു. അതേ, ഒരു ഖബറടക്കം ചെയ്യപ്പെട്ട വ്യക്തി, ഖബറിൽ അദ്ദേഹത്തിന് ശിക്ഷയും ചോദ്യവും ഒക്കെ ഉണ്ടാകും. ആ വ്യക്തിക്ക് തൽഖീൻ ചൊല്ലിക്കൊടുത്താൽ അതിന്റെ ഉപകാരം കിട്ടും എന്ന് ഇബ്നു തൈമിയ തന്നെ അദ്ദേഹത്തിന്റെ മജ്മുഅത്തുൽ ഫതാവയിൽ എഴുതുന്നു.